നമസ്കാരം, ഞാൻ ബിജീഷ് ഷോളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ്, എന്താണ് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ്, കൃത്യമായിട്ട് ഈ ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്താലാണ് നമുക്കൊരു പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് നിഫ്റ്റിയിലായാലും കഴിഞ്ഞ ദിവസത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ നൽകിയിരുന്നില്ല, പക്ഷേ എക്സാക്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ നമ്മൾ നൽകിയിരുന്നു. ഇപ്പം ശ്രദ്ധിക്കുക, സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ ഒരു വർക്കിംഗ് ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് റെസിസ്റ്റൻസിൻ്റെ താഴെയാണ്. റെസിസ്റ്റൻസിൻ്റെ താഴെ എപ്പോഴും ഷോർട്ട് സെൽ തന്നെയാണ്. സിമ്പിളായിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ റൂൾ അനുസരിച്ച് ട്രേഡ് ചെയ്താൽ എക്സാക്റ്റ് ആയിട്ടുള്ളൊരു എൻട്രികളൊക്കെ ഓപ്പണിംഗ് സമയത്തും റൈറ്റ് റെസിസ്റ്റൻസ് സപ്പോർട്ടിൻ്റെ അടുത്തു നിന്നൊക്കെ റൈറ്റ് ആയിട്ടുള്ള എൻട്രികൾ നമുക്കത് കിട്ടും. പിന്നെ നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് 630 ബ്രേക്ക് ചെയ്തു. അതുപോലെ തന്നെ നിഫ്റ്റിയിലായാലും നമ്മൾ ഹയർ ലെവൽ 23,620 താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ, അതിന് മുകളിൽ പോയതിന് ശേഷം താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. 550 സപ്പോർട്ടും ബ്രേക്ക് ചെയ്തു. സപ്പോർട്ട് റെസിസ്റ്റൻസിൽ സിമ്പിളായിട്ട് റൂൾസ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക. കഴിഞ്ഞ ആഴ്ചകളിലെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അതായത് 23,550 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അതായത് ഈ ഒരു 480 സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണെങ്കിൽ എപ്പോഴും ഇങ്ങനെയാണ് റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ലോവറിലെ നല്ല ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു 23,410. ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു ഏരിയ ട്രെൻഡ് റിവേഴ്സൽ ഏരിയ ആണ്. ഇൻട്രാഡേയിൽ ട്രെൻഡ് റിവേഴ്സൽ ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലെവലിൽ തൊട്ടടുത്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകിയിരുന്നു. 23,410 ഹോൾഡ് ചെയ്ത് 440 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ എന്ന രീതിയിൽ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്ന രീതിയിലായിരുന്നു ഫോർ സപ്പോർട്ട് റെസിസ്റ്റൻസ്. വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിനൊക്കെ മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോവർ ലെവലിൽ ശ്രദ്ധിക്കേണ്ട കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചിരുന്ന 23,200 അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് വലിയൊരു ഓപ്പണിംഗ് ഒക്കെ വരുന്ന ഒരു സമയത്തായാലും നമ്മൾ പ്രോഫിറ്റ് ബുക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിലാണ് പ്ലാൻ നൽകിയിരുന്നത്. ഇപ്പോൾ വരും ആഴ്ചകളിലൊക്കെ മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ കാണുന്നത് ഹൈ വോളറ്റാലിറ്റി ആണ്. ഹൈ വോളറ്റൈൽ മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. വലിയൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും വരും ദിവസങ്ങളിൽ. പക്ഷേ 23,200 താഴത്തേക്ക് ക്ലോസ് നിലനിർത്തിയാലാണ് വീക്ക്നെസ്. അല്ലെങ്കിൽ ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ ഏരിയ ആയിട്ട് മാർക്കറ്റിൽ വർക്ക് ചെയ്യും. ഈ ഒരു ഏരിയയിൽ നിന്ന് ബൗൺസ്, ഇൻ കേസ് ഇതിൻ്റെ ഒരു താഴത്തേക്ക് വന്നാലും ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സാക്റ്റ് ആയിട്ട് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും മാർക്കറ്റ്. എക്സാക്റ്റ് ആയിട്ട് ഇൻട്രാഡേയിൽ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ നോക്കി ട്രേഡ് ചെയ്ത റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ ഏതായിരിക്കും റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്? വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്ന് ശ്രദ്ധിക്കുക. മാനേജ് ചെയ്യേണ്ട രീതി ശ്രദ്ധിക്കുക. കാരണം മാർക്കറ്റ് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്ന രീതികൾ, പറയുന്ന റൂൾസ് അനുസരിച്ച് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയാലും അതായത് നമ്മൾ സൂചിപ്പിക്കാറുണ്ട്, തൊട്ടടുത്തൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുന്നത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ്. അത് മാനേജ് ചെയ്യേണ്ട രീതി മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. അതായത് 23,410 ഹോൾഡ് ചെയ്തുകൊണ്ട് 440 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 2 തവണ നമുക്ക് നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ ചെറിയൊരു റേഞ്ചിലായാലും ഇതങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. 410 സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ടാണ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ലെവലുകൾ ശ്രദ്ധിക്കുക. നിഫ്റ്റിയുടെ ക്ലോസിങ് കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഇവിടെ കാണിക്കുന്നത് 23,453 ആണ്. 23,500 ഇവിടെ ആയിട്ട് വരും. 23,500 മുകളിലാണ്. 501 ഈ ഒരു ലെവലായിട്ട് വരും ക്ലോസിങ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിഫ്റ്റി ആയാലും ഓപ്പൺ ചെയ്യുന്നത് റെസിസ്റ്റൻസിൻ്റെ ഒരു മുകളിലാണോ. അതായത് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഹയർ ലെവൽ. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ രണ്ട് റേഞ്ചിന് ഇടയിലാണെങ്കിൽ, അതായത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് 565, 585, ഈ 2 റേഞ്ചിന് ഇടയിലാണെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. ഈ 2 റേഞ്ചിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നത് ഓപ്പൺ ചെയ്യുന്നത് 23,450, 488 റേഞ്ചിൻ്റെ ഇടയിലാണെങ്കിൽ 488 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ 450 തന്നെയായിരിക്കണം സപ്പോർട്ടായിട്ട് നിലനിർത്തേണ്ടത്. ഹയർ ലെവലിലേക്ക് തൊട്ടടുത്ത് റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് 565 ആണ് റെസിസ്റ്റൻസ് കാണുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് എത്തുമ്പോൾ ക്വിക്കായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, വലിയൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ്, 23,585 മുകളിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക.
565 താഴെയാണ് ഷോർട്ട് സെല്ല്. ഇങ്ങനത്തെ ഒരു റേഞ്ചിൽ നമ്മളത് സൂചിപ്പിക്കാറുള്ളതാണ്. 565 താഴെ മാത്രമാണ് ഷോർട്ട് സെല്ല്. ഈ റേഞ്ച് ഹോൾഡ് ചെയ്ത് മുകളിലേക്ക് ബൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി ആണ്. ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 23,630 അടുത്ത റെസിസ്റ്റൻസ്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 23,565 ഈ റേഞ്ചിന്റെ ഇടയിലാണ്. ഈ റേഞ്ച് താഴോട്ട് ബ്രേക്ക് ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യും. അല്ലെങ്കിൽ ഈ റേഞ്ചിന്റെ മുകളിൽ 23,580 മുകളിൽ ഓപ്പൺ ചെയ്തു ക്യുക്കായിട്ടുള്ള ഒരു ഫാള് 23,560 താഴത്തേക്ക് ഓപ്പണിംഗിൽ തന്നെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതായത് ഇന്നത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ പോലെ, ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ പോലെ ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. 450 താഴെ സപ്പോർട്ട് ഉണ്ട്. 450 താഴെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ 410 390 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് നടത്തുക. 390 താഴെയാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. 410 ആയിരിക്കണം സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യേണ്ടത്. 410 മുകളിൽ, കാരണം ഈ ഒരു റേഞ്ച് അങ്ങനെയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഇൻട്രാഡേയിൽ റിവേഴ്സൽ ഏരിയ 23,410 വരും ആഴ്ചകളിലായാലും ഇതിൻ്റെ ഒരു താഴെ സസ്റ്റെയിൻ ചെയ്ത കുറച്ചൊരു വീക്ക്നെസ് ആണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് പറഞ്ഞിരുന്ന ഈ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണ്. ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 23,365 സപ്പോർട്ട്, അതിനുശേഷം 23,335 സപ്പോർട്ട് 320. ഈ ഒരു ലെവലിലൊന്നും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 330 താഴെ നിലനിന്നാലൊന്നും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 320 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഈ ഒരു രീതിയിലായാലും ഇൻ കേസ് 320 താഴെ പോലും ബൈർ ഓപ്പർച്യൂണിറ്റി 335 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 365 അടുത്തുനിന്ന് ക്യുക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. അതിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 23,390 410 എന്ന് പറയുന്ന ഒരു റേഞ്ച് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇതിനുശേഷം 23,288 സപ്പോർട്ട് വരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, മാർക്കറ്റ് ഒരു ഹൈ വോളറ്റാലിറ്റിക്ക് ഒരു സാധ്യത വളരെ കൂടുതലാണ്. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കത് ഫേസ് ചെയ്യേണ്ടി വരും. വലിയൊരു ഹൈ വോളറ്റൈൽ മൂവ്മെന്റ് കാണാനായിട്ട് സാധിക്കും. നിഫ്റ്റിയിൽ ഇത്തരം സപ്പോർട്ട് ലെവലുകൾ അനുസരിച്ച് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കുക. അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റിലായാലും നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുന്ന ഒരു ഏരിയ 21,970 ബ്രേക്ക് ചെയ്തു. വീക്ക്നെസ് നമ്മൾ പറഞ്ഞിരിക്കുന്ന സപ്പോർട്ടിന്റെ ഒരു വർക്കിംഗ് നോക്കുക. 22,820 ഇതാണ് നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത്. അപ്പോൾ 820 അടുത്ത് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടാണ്. ഈ ഒരു ലെവലിൽ നിന്നാണ് ഫിൻ നിഫ്റ്റി ബൗൺസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയും ആ ഒരു റേഞ്ചിൽ നിന്നാണ് ബൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും റൈറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും റൈറ്റ് നല്ല രീതിയിലുള്ള ഒരു എൻട്രി കിട്ടും. നല്ലൊരു എൻട്രിക്കായിട്ട് റൈറ്റ് സപ്പോർട്ടിന്റെ അടുത്ത് നിന്ന് കിട്ടുമ്പോൾ മാത്രം വെയിറ്റ് ചെയ്യുക, ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തെത്തി അതിന് ശേഷം വരുന്ന ഒരു എൻട്രിക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകിയ ആക്യുറസിയിൽ വർക്ക് ചെയ്യും. ഇപ്പോൾ ഫിൻ നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. 710 22 710 765, അതുപോലെ തന്നെ 23,50 ഇതാണ് റെസിസ്റ്റൻസ് വരുന്നത്. ഇൻ കേസ് 23,50 മുകളിൽ ഓപ്പൺ ചെയ്താലും 50 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 50 മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ 23,110 റെസിസ്റ്റൻസ് ആണ്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 23,50 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ വീക്ക്നെസ് ആയിരിക്കും. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ തൊട്ട് താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഒരു ലെവലിൽ സപ്പോർട്ട് കാണുന്നത് 22,820 അല്ല, 820 നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് വരുന്നത്. 840 സപ്പോർട്ട് വരുന്നത്. അപ്പോൾ 840 താഴെ സസ്റ്റെയിൻ ചെയ്താൽ വീക്ക്നെസ് ആണ്. 840 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു റേഞ്ചിൽ നിന്ന് ബൈ എടുക്കേണ്ടത് എങ്ങനെയാണ്? 710 താഴത്തേക്ക് പോയാൽ 765 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 710 താഴെയാണ് വീക്ക്നെസ്. 585 അടുത്തൊരു സപ്പോർട്ട് ലെവലിലേക്ക് ടെസ്റ്റ് ചെയ്യും. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ബൈർ ഓപ്പർച്യൂണിറ്റിയോ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്കോ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 23,310 മുകളിലാണെങ്കിൽ 310 താഴെയായിരിക്കും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും നമുക്ക് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ ആയാലും ബാങ്ക് നിഫ്റ്റി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഏതാണ്, റെസിസ്റ്റൻസ് ഏതാണ്.
ബാങ്ക് നിഫ്റ്റി 620 റെസിസ്റ്റൻസ്. 620 മുകളിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈമിൽ കിട്ടി യൂട്ടിലൈസ് ചെയ്യാം. 765 അടുത്ത റെസിസ്റ്റൻസ്. ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രമിക്കുക. ഓപ്പൺ ചെയ്യുന്ന 765 മുകളിലായാൽ ബൈ ഓപ്പർച്യൂണിറ്റി, 765 താഴെ സസ്റ്റെയിൻ ചെയ്ത് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഈ ഒരു സപ്പോർട്ട് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യുക. പക്ഷേ 620 എത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. 620 താഴെയാണെങ്കിൽ ഷോർട്ട്സിന് തന്നെയാണ് സാധ്യത. ചെറിയ ടൈമിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 51,300 സപ്പോർട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് റേഞ്ചിന്റെ അടുത്ത് തന്നെയാണ് സപ്പോർട്ട് വരുന്നത്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. 51,300 താഴെയാണെങ്കിൽ മാത്രം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 51,130, 51,050 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 51,050 താഴെയാണ് പിന്നെ കൂടുതൽ വീക്ക്നെസ്. 50,500 അടുത്താണ് പിന്നെ സപ്പോർട്ട് വരുന്നത്. ഇപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സൈറ്റഡ് ട്രെൻഡിൽ നിലനിൽക്കുക. മാർക്കറ്റ് വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.